ബീഡി കുടിക്കണ്ട, സിഗരറ്റ് കുടിക്കണ്ട. ഇല്ല. എന്തിനേറെ നമ്മടെ അയ്യരുടെ കടയില് ചായ അടിക്കണ ആളായിട്ട് കൂടി ഇവിടെ നോക്കി ഒരു കട്ടൻ ചായ കുടിക്കണത് കണ്ടിട്ടുണ്ടാ? അതാ പറഞ്ഞേ, സന്യാസിനോട് വേണ്ടതിന് മുന്നേ നിനക്ക് ദൈവശാപം ഉറപ്പാടി. ദൈവശാപം ഇണ്ടായിരുന്ന മണ്ണെണ്ണ സ്വന്തം കാശ് കൊണ്ട് അയാൾ പോയി. ഇന്നത്തെ നിങ്ങൾ പഠിച്ചാത്തല്ലേ? ഇനിയും കൊടുക്കും. സന്യാസത്തിൽ ചോദിച്ചാൽ ഞാൻ എന്നും കൊടുക്കും, എന്ത് ചോദിച്ചാലും കൊടുക്കും. മണ്ണെണ്ണ സ്റ്റോ പോട്ടെ, ഗ്യാസ് വേണ്ടേ കൊണ്ടുവരുന്നുണ്ട് സന്യാസിച്ച്. പറഞ്ഞ് കാശ് മേടിക്കണത് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മണ്ണെണ്ണ സ്റ്റോ പോയിട്ട് കൊല്ലം മൂന്നായി. ഗ്യാസ് ഒരു മണ്ണ കിട്ടില്ല. സന്യാസത്തിന് കുറച്ച് അനാവശ്യം പറയുകയാണെങ്കിൽ കുടുംബസ്നേഹം ഇല്ലാത്തതിന് വേണ്ടി ജീവിക്കണ്ടേ നീ? ഏത് പാകിസ്ഥാനിലേക്ക് ഇറങ്ങി പോടി അസത്തെ. ഈ വീടിന് ഒരു ദൈവശാപമുണ്ട്. ഈ വീട്ടിൽ ആൺമക്കൾ വാഴുന്ന ശാപം. ഉണ്ടല്ലോ. ഒരു ജലസ്രോതസ്സില്ലേ? അതാണ് പ്രശ്നം. ഒരു വേലി കിട്ടി അത് അപ്പുറത്ത് പത്തിലേക്ക് മാറ്റാണ്. കുറച്ച് ചാപ്പം പറഞ്ഞിട്ടുണ്ട്. അത് പോകട്ടെ, അത് മനുഷ്യരല്ലേ നിങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധമായ ഗംഗാജലം നാം നമ്മുടെ ദിവ്യശക്തി കൊണ്ട് ഇവിടെ കൊണ്ടുവരും. നിങ്ങൾ അത് കൊടുത്താൽ മതി. ആണോ? കാശ് കൊടുക്കേണ്ടി വരും. കാശോ? മേലെ ദേശവാസി. അത് വിടാം. അതല്ലല്ലോ പ്രശ്നം. യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം. ആര്യവിടെ വരും ഒരു അന്യമതത്തിന്റെ വിത്ത് കൂട്ടതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എന്നാലും എന്റെ സൈതാനിക്കോ ഭാരതി നമ്മുടെ മക്കൾക്കും വേണ്ടിയിട്ടാ ഞാനൊക്കെ വഴികൊണ്ടൊക്കെ ഞാനൊരു ദരിദ്ര സന്യാസി. അതുകൊണ്ടാ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഒരു വലിയ പൂത കണ്ടത് ഇങ്ങനത്തെ ശാമാകുമ്പോഴേ അവധി തുണി ഇറക്കി കിട്ടുന്നതിന്റെ പകുതിയെങ്കിലും തരേണ്ടി വരും. ഞാനൊരു ദരിദ്ര സന്യാസി, ഈ രാജ്യത്ത് സമർപ്പിച്ച ദരിദ്ര സന്യാസി. ആദ്യമേ സഹായിക്കേണ്ട ധനം നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടായി പോയല്ലോ. സഹിക്കില്ല. ആണോ? എന്നാ പെട്ടെന്ന് ആയിക്കട്ടെ. ജീവിതം ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ? ആ കഥ കേട്ട്
ജീവിതമെന്തെന്നറിയില്ല ജീവിക്കാൻ മാത്രം ഇവളതു മറന്നു പോയൊരു ജന്മം അതാണ് വഴിയൊക്കെ പെരുവഴിയാണ് ചേർന്ന് പൊന്തിയ ജീവിതമാണ് സുഖമറിയാത്തൊരോ ഇല്ല എന്റെ സന്യാസിച്ചാ പൈസ ഇട്ട് വെച്ച കുടുക്കയും രാമായണവും ഖുറാനും പാത്രങ്ങളും ഒക്കെ എടുത്തു നോക്കി. ഇനി വീട്ടിൽ വരുന്ന പൈസ ഇല്ല. ഞാനൊരു മണി ഓർഡർ അയക്കാം. ആ കാശ് കൊണ്ട് നമ്മുടെ വീട് കുറച്ചും കൂടി സുരക്ഷിതമാക്കണം. മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും വാങ്ങിച്ചു കൊടുക്കാം. ഈ കാശ് ഇതിനൊക്കെയായി വിനിയോഗിക്കുമെന്ന വിശ്വാസത്തോടെ തീർച്ചയായും നിന്റെ സ്വന്തം കരിമുകിലേ